അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു നമുക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യും. ശരി, ഒരു 3-4 എക്സസൈസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു 15 റെപ്പ് എന്ന് പറഞ്ഞാൽ 15 റെപ്പ് ചെയ്യാതെ ഒരു 20-30 കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് തടിയുള്ളവർ എണ്ണം കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും. ഞാനിപ്പോൾ ജമ്പിങ് ജാക്സ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഞാൻ പിന്നീട് ടൈപ്പ് ചെയ്യാം. അപ്പൊ ജമ്പിങ് ജാക്സ് ആണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അത് നല്ല ഹെവി ആയിട്ട്, നല്ല ഒബീസ് ആയിട്ടുള്ള നല്ല തടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, എണ്ണം കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക. ഒരു 15 അല്ലാതെ 20-30 എണ്ണം കൂട്ടി ചെയ്യാൻ ശ്രമിക്കാം. അത് തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ജമ്പിങ് ജാക്സ് ആണ്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഞാനിവിടെ 10 ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 10 ചെയ്യുമ്പോൾ 10 കൂടുതലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വീഡിയോ ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 10 ചെയ്യുന്നത്. നിങ്ങൾ ഒരു 20-30 ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നല്ല തടിയുള്ള ഒരാൾക്ക് തുള്ളാനാവത്തില്ല. ഇതുപോലെ ജമ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. മുട്ടുവേദന, കാലുവേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ജമ്പ് ചെയ്യാൻ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാര് ഇതുപോലെ ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെയുള്ള ആൾക്കാര് ജമ്പ് ചെയ്യാതെ ഇതുപോലെ, പക്ഷെ എണ്ണം കൂട്ടി ചെയ്യണം. 20-30 ഒക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. രണ്ടാമത്തെ എക്സസൈസ് നീ ടച്ച് ആണ്. ഇതുപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ചില ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞ അതേ കേസുള്ള ആൾക്കാർക്ക് ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. മുട്ടുവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യാതെ സ്ലോ ആയിട്ട് 1, 2 നീ ടച്ച് ചെയ്യണം. 3, 4 കാല് നന്നായിട്ട് പൊന്തിച്ചിട്ട് നീ ടച്ച് ചെയ്യും. 5, 6, 7, 8, 9, 10. അപ്പൊ ഇതുപോലെ ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആള്, അപ്പൊ നമ്മൾ എണ്ണം കൂട്ടിയിട്ട് ചെയ്യാം. ഇപ്പൊ നീ ടച്ച് കാണിച്ചു, അത് ജമ്പ് ചെയ്യാൻ തുള്ളാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നീ പതുക്കെ തൊട്ടിട്ട് നിന്നെടുക്കുന്ന എണ്ണം കൂട്ടി 30-40 ഒക്കെ എണ്ണം കൂട്ടി ചെയ്യാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ കാര്യമുള്ളൂ. അടുത്ത നമ്മൾ സ്ക്വാട്ട് ആണ് കാണിക്കാൻ പോകുന്നത്. 1, 2, 3, 4. കൈ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ഹിപ്പിൽ വെച്ചിട്ട് ഇരിക്കാം. 5, നിങ്ങളെ കംഫർട്ട് പോലെ കൈ വെക്കാം. 6, 7. ഇത് നിങ്ങൾ 10 ടൈം ചെയ്യണം. ചിലവർക്ക് സ്ക്വാട്ട് ചെയ്യുമ്പോൾ മെയിൻ പ്രോബ്ലം ആണ് ഇതുപോലെ ഇരിക്കാൻ പറ്റത്തില്ല, മുട്ടുവേദന എന്ന് പറയും. അപ്പൊ നന്നായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, മുട്ടുവേദന. ഒരു ഹാഫ് സ്ക്വാട്ടെങ്കിലും നിങ്ങൾ കൊടുത്താൽ മതി. ചെറുതായിട്ടെങ്കിലും നിങ്ങളെക്കൂടെ പറ്റുന്ന രീതിക്ക് ചെറുതായിട്ടെങ്കിലും ഇരുന്നാൽ മതി. അപ്പോഴും മുട്ടുവേദന ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. വീട്ടില് ചെയർ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ചെയർ എടുത്തിട്ട്, അപ്പൊ ഫുള്ളായിട്ട് ഇരിക്കാൻ, സ്ക്വാട്ട് ചെയ്യുമ്പോൾ മുട്ടുവേദന, ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് സ്ക്വാട്ട് വഴി ചെയ്യണം. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സിമ്പിൾ ആയിട്ട് സ്ക്വാട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു ചെയർ എടുക്കുക. ചെയർ എടുത്തിട്ട് 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണം കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 വളരെ കുറവാണ്. 20-30 പറ്റുമെങ്കിൽ 40 ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെയുള്ള ഞാൻ ഇന്ന് 3 എക്സസൈസ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. അത് എണ്ണം കൂട്ടി പരമാവധി നിങ്ങൾ ചെയ്യണം. അടുത്ത എല്ലാവർക്കും വളരെ ഈസി ഉള്ളതും പക്ഷെ കുറച്ച് ഹാർഡ് എന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് എണ്ണം കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ആണ്. എണ്ണം കൂട്ടി തന്നെ നിങ്ങൾ ചെയ്യാൻ, കാരണം നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാണ്. നിങ്ങൾ നിയന്ത്രിക്കാൻ ആരുമില്ല. നിങ്ങളാണ് നിങ്ങളുടെ മോട്ടിവേറ്റർ. അപ്പൊ
അപ്പൊ നിങ്ങളാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളാണ് കമോൺ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് നോർമൽ ജമ്പാണ്, പക്ഷെ അത് നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്യാം. മീൻസ് ഇതുപോലെ നോർമൽ ജമ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 10 ഞാനിപ്പോ വീഡിയോ ലോങ് ആവുന്നതിന് 10 കാണിക്കുന്നത്. നിങ്ങൾ 30 40 20 ഒക്കെ ചെയ്യണം. നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്യാനാണ് എപ്പോഴും ഞാൻ പറയുന്നത്. നിങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് ചെയ്യണം. അത് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് എക്സസൈസ് ഒന്നും കാണിക്കത്തില്ല. ഒരു 5 ഒരു 3 4 5 എക്സസൈസ് ആണ്. നിങ്ങൾ പരമാവധി വീട്ടിൽ നിന്ന് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ടയർഡ് ആവും. ഓരോ സെറ്റിന്റെ ഇടയിലും ഒരു 30 എണ്ണം നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു 20 എടുക്കുന്നെങ്കിൽ ഒരു 20 ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെയും 20 ചെയ്യുക. അങ്ങനെ 3 സെറ്റ് 20 ചെയ്യണം. പിന്നെ നന്നായിട്ട് ബ്രീത്ത് എടുക്കണം. ബ്രീത്ത് പിടിച്ചു വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രീത്ത് എടുക്കണം. ലാസ്റ്റ് ആകെ ഞാൻ ഒരു 4 ഇപ്പോൾ കാണിച്ചത്. 5 എക്സസൈസ് ഒരു ഡെയിലി ഞാൻ നിങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 5ാമത്തത് സിമ്പിളാണ്. ഇങ്ങനെ നിന്നിട്ട് 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇതാണ് 5ാമത്തെ എക്സസൈസ്. നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോലി 1 2 3 4 5 6. അപ്പൊ ഇതുപോലെ ജമ്പ് ചെയ്യാതെ ഇത് ഒരു 30 സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെറും 5 എക്സസൈസ് ആണ് കാണിച്ചത്. 5 സിമ്പിളാണ്. ഓവറായിട്ട് തടിയുള്ളവർക്ക് മുട്ടുവേദന, ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് മുട്ടുവേദന, കാലുവേദന. ഒന്നും ചെയ്യാതെ വർക്കൗട്ടൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് ശരിക്കും എന്താ പറയുക, പെട്ടെന്ന് തന്നെ കാലുവേദന മുട്ടുവേദന ഒക്കെ ഉണ്ടാവും. ഓവർ തടി കൊണ്ടാണ് ഞാൻ തന്നെ കിടക്കുന്നത്. അപ്പൊ തടി കൊണ്ടാണ് നമുക്ക് കാലുവേദന മുട്ടുവേദന ഒക്കെ വരുന്നത്. ഞാനിപ്പോ കാണിച്ചതുപോലെ സ്ലോ ആയിട്ട് എണ്ണം കൂട്ടി ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എണ്ണം കൂട്ടി ചെയ്യുക. 20 30 40 വരെയെങ്കിലും എണ്ണം കൂട്ടി ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ ഒരു 5 എക്സസൈസ് ആണ് കാണിച്ചത്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. നാളെ ഒരു ഫുൾ ബോഡി വിത്തൗട്ട് റെസ്റ്റ് എടുക്കാതെ, എന്താ പറയാ, ഓരോ സെറ്റിന്റെ ഗ്യാപ്പിൽ റെസ്റ്റ് എടുക്കാതെ ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വർക്കൗട്ടായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.